പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മൾ അസസ്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ് കവർ ചെയ്തു പോവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എക്സാമിനേഷൻ റിഫോം റിപ്പോർട്ട്സ് എന്ന് പറയുന്ന ഈ ഭാഗം. നമുക്കറിയാം, നമ്മുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ, ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എക്സാമുകൾ എന്ന് പറയുന്നത്. സത്യത്തിൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രുമെന്റ് കൂടിയാണ് എന്ത് എക്സാമുകൾ എന്ന് പറയുന്നത്. പക്ഷേ ഇൻ ഇന്ത്യ ടു മച്ച് ഇമ്പോർട്ടൻസ് ഹാസ് ബീൻ ഗിവൺ ടു എക്സാമിനേഷൻസ്. ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് എന്തിനായിരുന്നു? എക്സാമുകൾക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. ടീച്ചേഴ്സ് സ്പെൻഡ് മോർ ടൈം അസസിങ് ലേണിംഗ് ദാൻ ഫെസിലിറ്റേറ്റിംഗ് ലേണിംഗ്. അതായത് ടീച്ചേഴ്സിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ എക്സാമുകൾ നടത്തുക, അല്ലെങ്കിൽ അവരെ അസസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. സ്കൂൾസ് ഓഫൺ ഫോക്കസ് ഓൺ കണ്ടക്ടിങ് എക്സാമിനേഷൻസ് റാദർ ദാൻ പ്രൊമോട്ടിംഗ് ലേണിംഗ്. അപ്പൊ ഈ ഒരു അവസരത്തിലാണ് എക്സാമുകൾക്ക് അല്ലെങ്കിൽ എക്സാമിനേഷൻ റിഫോം നെസസറി ആണ് എന്ന് തോന്നിയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഒരുപാട് കമ്മീഷനുകളും കമ്മിറ്റികളും നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഒക്കെ അപ്പോയിന്റ് ചെയ്തു. അങ്ങനെയാണ് എക്സാമിനേഷൻ റിഫോംസ് വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്, ഈ കമ്മിറ്റികളായിക്കോട്ടെ കമ്മീഷൻസ് ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് എക്സ്റ്റേണൽ അസസ്മെന്റിന്റെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് എന്തിനു കൊടുക്കണം, ഇന്റേണൽ അസസ്മെന്റിന് കൂടി കൊടുക്കണം എന്നുള്ളൊരു കാര്യം ഈ കമ്മിറ്റികളും കമ്മീഷൻസും ഒക്കെ മുന്നോട്ട് വെക്കുകയുണ്ടായി. ഇപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള CC, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ പോലെയുള്ള പുതിയ രീതിയിലുള്ള ഇന്റേണൽ അസസ്മെന്റ് ടെക്നിക്സ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് കമ്മിറ്റികൾ, കമ്മീഷൻസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. നമ്മൾ ഓൾറെഡി അറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ചെയർമാൻ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1948 to 49 ആ ഒരു കാലയളവിലാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഇതിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു കമ്മീഷന്റെ മേജർ ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത്, ദ എക്സാമിനേഷൻ സിസ്റ്റം വാസ് വൺ ഓഫ് ദ വേർസ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ. നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ടുള്ള ഒന്നാണെന്ത് ഈ എക്സാമിനേഷൻ സിസ്റ്റം എന്ന് പറയുന്നു. കാരണം എക്സാമിനേഷൻസ് ഡോമിനേറ്റഡ് ദ എൻറ്റയർ എഡ്യൂക്കേഷണൽ സിസ്റ്റം. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഏറ്റവും കൂടുതൽ ഡോമിനൻസ് എന്തിനാണുള്ളത്? എക്സാമുകൾക്കാണ് എന്നുള്ളതാണ്. മെനി കമ്മീഷൻസ് ഹാഡ് പോയിന്റഡ് ഔട്ട് ദി ഡിഫക്ട്സ് ആൻഡ് ഹാംഫുൾ ഇഫക്ട്സ് ഓഫ് എക്സാമിനേഷൻസ്. അപ്പൊ ഈ ഒരു കാര്യം ഒരുപാട് കമ്മിറ്റീസും കമ്മീഷൻസും ഒക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ CBSE ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് എക്സാമുകളാണ്, ഒരു മാസത്തിൽ തന്നെ ഒരുപാട് എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സത്യത്തിൽ ഇത് നമ്മളെപ്പോഴും പറയാറുണ്ട്, ഓരോ എക്സാമുകൾ നടത്തുമ്പോഴും അത്രയും കൂടുതൽ കോണ്ടന്റ് കുട്ടികൾക്ക് കിട്ടുകയാണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാൻ എളുപ്പമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന്റെ ഒരു ഡോമിനൻസ് എന്ന് പറയുന്നത് എക്സാമുകളായിട്ട് മാറിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഡെസ്പൈറ്റ് റിപ്പീറ്റഡ് ക്രിറ്റിസിസം, നോ സിഗ്നിഫിക്കന്റ് റിഫോംസ് ഹാഡ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇത്തരത്തിൽ എക്സാമുകൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ ഒരു റിഫോം വേണം, അല്ലെങ്കിൽ ഇതിന് ഇത്തിരി മോഡിഫിക്കേഷൻസ് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് കമ്മീഷൻസ് ഒക്കെ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. The problems of the examination system were increasing rapidly. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ പ്രധാനമായിട്ടും എക്സാമിനേഷൻ സിസ്റ്റത്തിൽ ഒരു മോഡിഫിക്കേഷൻ വേണം എന്ന് തന്നെയാണ് ആരും പറഞ്ഞത്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്, ഗ്രേറ്റർ യൂസ് ഓഫ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ഷുഡ് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ എക്സാമിനേഷൻസ്. ഈ ഒരു എക്സാമിനേഷൻ സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് കൊണ്ടുവരേണ്ടത് എന്താണ്? ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റുകളാണ് എന്നുള്ളതാണ്. കാരണം എന്താണ്? നമ്മൾ അസസ്മെന്റിന് അല്ലെങ്കിൽ വാല്യുവേഷന് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്നത് ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റുകളാണെന്ന് കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ദ രാധാകൃഷ്ണൻ കമ്മീഷൻ എംഫസൈസ്ഡ് ദ നീഡ് ഫോർ എക്സാമിനേഷൻ റിഫോം ആൻഡ് റെക്കമെൻഡഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റിംഗ് ടു ഇംപ്രൂവ് ഇവാലുവേഷൻ. അപ്പൊ അദ്ദേഹം പ്രധാനമായിട്ടും എക്സാമിനേഷൻ റിഫോമിന്റെ ഒരു ആവശ്യകത അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവാലുവേഷൻ ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള ടെസ്റ്റ് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്? ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റുകൾ കൂടി ഇംപ്ലിമെന്റ് ചെയ്യണം എന്നാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനിൽ എക്സാമിനേഷൻ റിഫോം റിപ്പോർട്ടുമായിട്ട് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ നമ്മൾ പറയുകയാണെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ.
നമ്മൾ 1952 മുതൽ 53 ആ ഒരു കാലയളവിൽ ഇന്ത്യൻ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള മറ്റൊരു കമ്മീഷനാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഇതിന്റെ ചെയർമാൻ ഡോക്ടർ എ ലക്ഷ്മണസ്വാമി മുതലിയാർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിത് മുതലിയാർ കമ്മീഷൻ എന്നൊക്കെ വിളിക്കുന്നുണ്ടെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഈ ഒരു മുതലിയാർ കമ്മീഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത് എക്സാമിനേഷൻസ് കൺട്രോൾ ദ കരിക്കുലം ഇൻസ്റ്റെഡ് ഓഫ് ഫോളോയിങ് ഇറ്റ്. അപ്പൊ നമ്മുടെ ഈ ഒരു കരിക്കുലത്തെ തന്നെ നയിക്കുന്നത് എന്താണ്? എക്സാമുകളാണ് എന്നാണ് പറയുന്നത്. ദേ ഡിസ്കറേജ് എക്സ്പെരിമെന്റേഷൻ ആൻഡ് ഇന്നോവേറ്റീവ് ടീച്ചിങ് മെത്തേഡ്സ് പുതിയ രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡ്സിനെയൊക്കെ ഡിസ്കറേജ് ചെയ്യുന്നുണ്ട്. പുതിയ രീതിയിലുള്ള ഇന്നോവേറ്റീവ് അപ്രോച്ചുകളെയൊക്കെ ഡിസ്കറേജ് ചെയ്യുന്ന ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട്. ദേ പ്രൊമോട്ട് റോട്ട് ലേണിംഗ് ആൻഡ് യൂണിഫോമിറ്റി അമംഗ് സ്റ്റുഡൻസ്. കുട്ടികളിൽ പ്രധാനമായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നത് എന്താണ്? റോട്ട് ലേണിംഗ് ആണ്, അല്ലെ? നമ്മൾ കാണാപ്പാഠം പഠിക്കുക, മനപ്പാഠം പഠിക്കുക എന്നൊക്കെ പറയുന്ന റോട്ട് ലേണിംഗ് മെത്തേഡാണ് പ്രധാനമായിട്ടും ഇത് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ എപ്പോഴും പറയാറില്ലേ, ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, CBSE സ്കൂളുകളിലൊക്കെ പ്രധാനമായിട്ടും കുട്ടികൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താണ്? ഈ റോട്ട് ലേണിംഗ് ആണ്. കാരണം തുടരെ എക്സാമുകളാണ്. സ്റ്റുഡൻസ് കൺസിഡർ എഡ്യൂക്കേഷൻ ഓൺലി ആസ് എ മീൻസ് ടു പാസ് എക്സാമിനേഷൻ. ഇപ്പൊ നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്നൊക്കെ ചോദിച്ചാൽ, നമ്മൾ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ലിബറേഷൻ, മുക്തി, സെൽഫ് ആക്ച്വലൈസേഷൻ അങ്ങനെയുള്ള കുറേ കോൺസെപ്റ്റ്സ് ഒക്കെ പഠിച്ചു. എന്നാൽ ഇവിടെയോ കുട്ടികൾ പ്രധാനമായിട്ടും എന്താണ് നോക്കുന്നത്? എങ്ങനെ പാസ്സാവാം, അല്ലെങ്കിൽ എക്സാം എന്ന് പറയുന്നത് എന്താണ്? അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എക്സാമുകളിൽ വിജയിക്കുക എന്നുള്ള ആ ഒരു കോൺസെപ്റ്റോട് കൂടി മാത്രമാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? അതിനെ ബന്ധപ്പെടുന്നത് എന്നുള്ളതാണ്. ടീച്ചേഴ്സ് ഫോക്കസ് മെയിൻലി ഓൺ എക്സാമിനേഷൻ പ്രിപ്പറേഷൻ. കുട്ടികൾ എക്സാമുകൾ പാസ്സാവാനാണെങ്കിൽ ടീച്ചർമാർ എക്സാമുകൾ പാസ്സാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. എക്സ്റ്റേണൽ എക്സാമിനേഷൻസ് അസസ് ഓൺലി എ ലിമിറ്റഡ് റേഞ്ച് ഓഫ് സ്റ്റുഡൻസ് എബിലിറ്റീസ്. അത് നമുക്കറിയാലോ, അല്ലെ? അതായത് എക്സ്റ്റേണൽ എക്സാമുകൾ പ്രധാനമായിട്ടും കുട്ടികളുടെ എന്ത് മാത്രമേ നോക്കുന്നുള്ളൂ? ആ കുട്ടികളുടെ നോളജ് മാത്രമേ നോക്കുന്നുള്ളൂ. ആ കുട്ടി എത്ര സ്കോർ ചെയ്തു, ആ കുട്ടി എത്ര അക്വയർ ചെയ്തു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അതായത് കുട്ടിയുടെ ബാക്കിയുള്ള എബിലിറ്റീസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റീസ് സച്ച് ആസ് പേഴ്സണാലിറ്റി, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് ക്രിയേറ്റിവിറ്റി ആർ ഓഫൺ നെഗ്ലക്റ്റഡ്. അല്ലെ? നമുക്കറിയാലോ, ക്യാരക്ടർ ആയിക്കോട്ടെ, ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ, ഒരു കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, അവന്റെ ക്രിയേറ്റിവിറ്റി ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും നെഗ്ലക്ട് ചെയ്യാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സിസ്റ്റം ചെയ്യുന്നത്. എക്സസീവ് എംഫസിസ് ഓൺ എക്സാമിനേഷൻസ് അഫക്ട് ദ റിയൽ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പൊ ഇത്തരത്തില് ഈ ഒരു എക്സാമുകൾക്ക് ഒരു ഡോമിനന്റ് സ്ട്രക്ചർ കൊടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും അവിടെ എഡ്യൂക്കേഷന്റെ ആക്ച്വൽ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അവിടെ നെഗ്ലക്ട് ചെയ്യാണ്. നമ്മൾ അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ആര് പറയുന്നത്? മുതലിയാർ കമ്മീഷൻ പറയുന്നത്. അപ്പൊ അദ്ദേഹം കുറെ റെക്കമെൻഡേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചെണ്ണാണ്. ഒന്ന്, റെഡ്യൂസ് ദ നമ്പർ ഓഫ് എക്സ്റ്റേണൽ എക്സാമിനേഷൻസ്. നമുക്കറിയാലോ, സെക്കൻഡറി സ്റ്റേജിൽ ഒരു പ്രധാനമായിട്ട് ഒരു ബോർഡ് എക്സാം എന്ന് പറയുന്നത് 10th അല്ലേ? അപ്പൊ അത്തരത്തിലുള്ള എക്സ്റ്റേണൽ എക്സാമിനേഷന്റെ എന്ത് കൊടുക്കുക? കുറയ്ക്കുക, നമ്പർ കുറയ്ക്കുക എന്ന് പറയുന്നത്. ഇൻട്രൊഡ്യൂസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ്. നമ്മുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ പറഞ്ഞ പോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റുകൾ കൊണ്ടുവരണം. മെയിൻറ്റെയിൻ പ്രോപ്പർ സ്കൂൾ റെക്കോർഡ്സ് ടു അസസ് ഓവറോൾ സ്റ്റുഡന്റ് പ്രോഗ്രസ്. അതായത് പ്രധാനമായിട്ടുള്ള കുറേ സ്കൂൾ റെക്കോർഡ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ റെക്കോർഡ്സ് കൊണ്ടുവരണം. എന്തിനു വേണ്ടിയിട്ട്? കുട്ടിയുടെ ഓവറോൾ പ്രോഗ്രസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ പോർട്ട്ഫോളിയോനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലെ? കുട്ടികളുടെ എല്ലാ വർക്കുകളും കളക്ട് ചെയ്ത് വെക്കുന്ന ഒന്നാണ് പോർട്ട്ഫോളിയോ. സോ അത്തരത്തിലുള്ള പുതിയ റെക്കോർഡുകൾ എന്ത് ചെയ്യണം? ഒരു സ്കൂൾ മെയിൻറ്റെയിൻ ചെയ്യണം, കുട്ടിയുടെ ഓവറോൾ ഒരു പ്രോഗ്രസ് അറിയാൻ വേണ്ടിയിട്ട്, ഒരു പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ട്. യൂസ് സിംബോളിക് ഗ്രേഡിംഗ് ഇൻസ്റ്റെഡ് ഓഫ് ന്യൂമറിക്കൽ മാർക്സ്. മാർക്കുകൾക്ക് പകരം എന്ത് ചെയ്യണം? ഗ്രേഡിംഗ് സിസ്റ്റം കൊണ്ടുവരണം. ഗിവ് ഡ്യൂ വെയിറ്റേജ് ടു ഇന്റേണൽ എക്സാമിനേഷൻസ് ആൻഡ് സ്കൂൾ റെക്കോർഡ്സ്. അതേപോലെ തന്നെ ഇന്റേണൽ എക്സാമിനേഷൻസ്, സ്കൂൾ റെക്കോർഡ്സിനൊക്കെ എന്ത് കൊടുക്കണം? കൂടുതൽ വെയിറ്റേജ് കൊടുക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് എന്ത് ചെയ്തിട്ടുള്ളത്? ഇത്തരത്തിലുള്ള ഇന്റേണൽ അസസ്മെന്റിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ സ്കൂൾ റെക്കോർഡുകൾ, ഇപ്പൊ നമ്മൾ എഴുതുന്ന റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ്.
കണ്ടക്ട് ഓൺലി വൺ പബ്ലിക് എക്സാമിനേഷൻ അറ്റ് ദ എൻഡ് ഓഫ് ദി സെക്കൻഡറി സ്റ്റേജ്. സെക്കൻഡറി സ്റ്റേജിൽ എന്ത് ചെയ്യണം? ഒരു പബ്ലിക് എക്സാമിനേഷൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇൻക്ലൂഡ് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ആൻഡ് സ്കൂൾ ടെസ്റ്റ് സ്കോർസ് ഇൻ സർട്ടിഫിക്കറ്റ്സ്. നമ്മളിപ്പോൾ സർട്ടിഫിക്കറ്റ്സിൽ എന്തേ കൊടുക്കുന്നുള്ളൂ? വെറും കുട്ടിയുടെ ആ ഒരു മാർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. പക്ഷെ അതിനെന്ത് പകരം എന്തുകൂടി കൊടുക്കണം? കുട്ടി ഗുഡ് അല്ലെ ബാഡ്, അല്ലെങ്കിൽ കുട്ടിയുടെ പെർഫോമൻസിനെ കുറിച്ച്, കുട്ടിയുടെ ബാക്കിയുള്ള കഴിവുകളെ കുറിച്ചൊക്കെ ആ സർട്ടിഫിക്കറ്റിൽ മെൻഷൻ ചെയ്യണം. ഇൻട്രൊഡ്യൂസ് ദ കമ്പാർട്ട്മെന്റൽ എക്സാമിനേഷൻ സിസ്റ്റം. എന്താണ് കമ്പാർട്ട്മെന്റൽ എക്സാമിനേഷൻ സിസ്റ്റം? ഇപ്പൊ ഒരു കുട്ടി 10 വിഷയങ്ങളുണ്ടെങ്കിൽ ആ 10 വിഷയത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആ കുട്ടി ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്താൽ മതി? പിന്നെ ആ ഒരു വിഷയം മാത്രം പഠിച്ചെഴുതിയാൽ മതി. അപ്പൊ അങ്ങനെയുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരണം, അങ്ങനെയുള്ള ഒരു എക്സാമിനേഷൻ സിസ്റ്റം കൊണ്ടുവരണം. അപ്പോൾ അതിനെയാണ് കമ്പാർട്ട്മെന്റൽ എക്സാമിനേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എൻകറേജ് ഇന്റേണൽ അസസ്മെന്റ് ത്രൂ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. CCE നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ? സ്കോളാസ്റ്റിക് ആൻഡ് നോൺ സ്കോളാസ്റ്റിക് ആസ്പെക്ട്സിനെ ഒക്കെ അസസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതെല്ലാം ഉൾപ്പെടുന്ന, ആ ആസ്പെക്ട്സ് ഒക്കെ ഉൾപ്പെടുന്ന ഒന്നാണെന്ത്? CCE എന്ന് പറയുന്നത്. The Mudaliar Commission emphasized reducing dependence on external examinations and promoting continuous comprehensive and school-based assessment. അപ്പൊ അവർ പറയുന്നത് മുതലിയാർ കമ്മീഷൻ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്ന എന്താണ്? എക്സ്റ്റേണൽ എക്സാമിനേഷൻസ് എന്ത് ചെയ്യണം? ഒരുപാട് കുറയ്ക്കണം. അതേപോലെ തന്നെ പ്രൊമോട്ട് ചെയ്യേണ്ടത് എന്താണ്? കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് ആൻഡ് സ്കൂൾ ബേസ്ഡ് അസസ്മെന്റ്, ഇന്റേണൽ അസസ്മെന്റുകളൊക്കെ എന്ത് ചെയ്യണം? പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതാണ് മുതലിയാർ കമ്മീഷൻ പറയുന്നത്. ഓക്കെ.